തൊള്ളായിരത്തി മാർച്ച് 4, ഋഷികേശ്. ജ്ഞാനതളം 195. പ്രേമവും കാമവും. പ്രേമത്തിൽ വസ്തുവിനു പോലും ജീവൻ ഉണ്ടാകുന്നു. കല്ലുകൾ നിങ്ങളോട് സംസാരിക്കും, മരങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ഈ മുഴുവൻ സൃഷ്ടിയും സജീവമാകും. ലൈംഗിക ആസക്തി ഉൾപ്പെടെ ഏത് ആസക്തിയും സ്നേഹത്തിന്റെ അഭാവത്തിൽ കാമമായി മാറുന്നു. കാമത്തിൽ ജീവനുള്ള ആൾ പോലും വെറും വസ്തുവായി മാറുന്നു. ആളുകളെ വസ്തുക്കളായാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രേമവും കാമവും തമ്മിൽ നല്ല അടുപ്പമുണ്ട്, എന്നാൽ വളരെ വ്യത്യസ്തങ്ങളുമാണ്. കാമം പിരിമുറുക്കം സൃഷ്ടിക്കുന്നു, പ്രേമമാകട്ടെ വിശ്രാന്തി പകരുന്നു. കാമം ഏതെങ്കിലും ഒരു ഭാഗത്തെയാണ് കേന്ദ്രീകരിക്കുന്നത്. പ്രേമത്തിന്റെ കേന്ദ്രീകരണം സമ്പൂർണതയിലാണ്. കാമം ഹിംസയെ സൃഷ്ടിക്കുന്നു, പ്രേമം ത്യാഗം സൃഷ്ടിക്കുന്നു. കാമത്തിൽ നിങ്ങൾക്ക് തട്ടിപ്പറിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യണം. സ്നേഹമുള്ളപ്പോൾ നിങ്ങൾ കൊടുക്കുകയും സമർപ്പിക്കുകയുമാണ് ചെയ്യുക. എനിക്ക് എന്താണോ വേണ്ടത് അത് തന്നെ നിനക്കും ഉണ്ടാകണം എന്നാണ് കാമം പറയുക. നിനക്കെന്താണോ വേണ്ടത് അത് നിനക്കുണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം എന്നാണ് സ്നേഹം പറയുക. കാമത്തിൽ ശ്രമമുണ്ട്, പ്രേമത്തിൽ ശ്രമരാഹിത്യമാണ് ഉള്ളത്. കാമം ജ്വരവും നിരാശയും ജനിപ്പിക്കുന്നു, പ്രേമം വിരഹവും വേദനയും സൃഷ്ടിക്കുന്നു. കാമം ബന്ധനത്തിൽ അകപ്പെടുത്തി നാശം വരുത്തുന്നു, പ്രേമം നിങ്ങളെ ബന്ധമുക്തരാക്കി സ്വതന്ത്രരാക്കുന്നു. കാമം ആവശ്യപ്പെടുന്നു, പ്രേമം പ്രഭാവം പരത്തുന്നു. കാമം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു, പ്രേമം നിങ്ങളെ കേന്ദ്രീകൃതരും മതിമറന്നവരുമാക്കുന്നു. കാമം ഇരുണ്ടതും ആവർത്തന വിരസവുമാണ്. പ്രേമത്തിന് പല ഭാവങ്ങളും നിറങ്ങളുമുണ്ട്. കാമത്തെ തടസ്സപ്പെടുത്തുമ്പോൾ അവിടെ കോപവും വെറുപ്പും ഉദ്ഭവിക്കും. ഇന്നത്തെ ലോകത്തിൽ വെറുപ്പുണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നല്ല, കാമത്തിൽ നിന്നാണ്. പ്രേമം നിഷ്കളങ്കമായ വിനോദമാണ്. കാമത്തിൽ സൂത്രവും കൗശലവും ഉണ്ട്. ഒരിക്കൽ നിഷ്കളങ്കതയുടെയും പ്രേമത്തിന്റെയും മൂർത്തിമത് ഭാവമായ ഭഗവാൻ ശിവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കാമദേവന്റെ പുഷ്പശരം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ധ്യാനത്തിൽ നിന്ന് ഉണർന്ന അദ്ദേഹം തന്റെ മൂന്നാം കണ്ണ് തുറക്കുകയും മന്മഥൻ എന്നറിയപ്പെടുന്ന കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്തു. മന്മഥൻ എന്ന വാക്കിനർത്ഥം മനസ്സിനെ മതിക്കുന്നവൻ. ഹോളി ആഘോഷത്തിന്റെ സമയത്ത് മന്മഥന്റെ കോലം കത്തിക്കാറുണ്ട്. ഇതിനെ കാമദഹനം എന്നാണ് പറയുക. ജീവിതം വർണ്ണസമ്പുഷ്ടമാണ് എന്ന തിരിച്ചറിവോടെ പരസ്പരം നിറങ്ങൾ വാരിയെറിഞ്ഞ് എല്ലാവരും ഹോളി ആഘോഷിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ പല ഭാഗങ്ങളും അഭിനയിക്കാറുണ്ട്. ഈ എല്ലാ ഭാഗങ്ങളും കൂടിക്കലർന്നാൽ അത് എല്ലാ നിറങ്ങളും ഒരുമിച്ച് ചേർത്തതുപോലെ ഇരുണ്ടതാകും. ജ്ഞാനി മഴവില്ലിൽ നിറങ്ങൾ പ്രകാശിതമാകുന്നത് പോലെ ഒന്നിന്റെ വശത്ത് മറ്റൊന്നെന്ന പോലെ ഓരോ ഭാഗവും വേർതിരിച്ച് അഭിനയിക്കും. ജയ് ഗുരു.